പ്രമാണിമാരോ മന്ത്രിമാരോ കലക്ടർമാരോ ഒരു പട്ടിയും പെരുമ്പട്ടിയും നിങ്ങൾ വില വെക്കരുത് എന്നാണ് ഞാൻ പറയാനുള്ളത്. ഓൻ്റെ പേരും പ്രശസ്തിയും കോട്ടും സൂട്ടും കണ്ട് പിച്ചക്കാരൻ റോട്ടിലിരിക്കണവൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിനക്ക് എന്താ വേണ്ടി ചോദിക്കും. നിശ്ചയം ആണ്. ആകാശവും ഭൂമിയും പടച്ച ദൈവമാണ് എന്നെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഭക്ഷണം വെറുതെ മണത്താൽ വയററിയോ? ഇല്ല. പ്രേയറും അങ്ങനെ ആയിരിക്കണം. നാളെ നടക്കുന്നത് മറ്റന്നാൾ നടക്കുന്നത് അവനറിയും. എല്ലാ കുട്ടികളടുത്തും പറയാനുള്ള ഇതാണ്. ആരും ബോധിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. നിങ്ങൾ ആരും ബോധിപ്പിക്കാൻ വേണ്ടി എല്ലാം സത്യസന്ധമായി ഹൃദയം അറിഞ്ഞ് ചെയ്യുക. അതല്ലാണ്ട് പിന്നെ പണം ഉണ്ടാക്കാനും മറ്റനെ വെട്ടിക്കാനും മറ്റവൻ്റെ മുന്നിൽ കാറിൽ പോയിട്ടും ബൈക്കിൽ പോയിട്ടും വലിയ ആളാകണം വിചാരിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ ജീവൻ പോകാൻ പെടുന്ന പാട് ഭയങ്കര. ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകണില്ല. അത് കുട്ടികൾ തിന്നാനും പറ്റൂല. എന്നാൽ ഇവിടെ 500 റുപ്യ ഉണ്ടെങ്കിലും 50,000 ഉള്ളവൻ ജീവിക്കണേക്കാട്ടും ജീവിതം സ്വസ്ഥയായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാം. നിങ്ങൾ ലക്ഷക്കണക്കിന് വെന്റിലേറ്ററിൽ കൊണ്ടുപോയിടണം, അവിടെ കൊണ്ടുപോയിടണം. അതെൻ്റെ അറിവില്ലായ്മ ആകുകയാണ്. അത് ദൈവം തന്നെ ബിലീസാക്കുകയാണ്. അങ്ങനെ നീ ലോകത്തേക്ക് നോക്കുമ്പോൾ നീ ഫെയിലിയർ ആകണം. നീ ദൈവത്തേക്ക് നോക്കുമ്പോൾ നീ ഒരു കഷ്ണം ഒരു പിടി എന്ന് അത് നിറയുന്നു. ഇതൊക്കെയാണ് ഇത് പഠിക്കാനുള്ള. ആരും അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതം ഞാൻ എല്ലാവരും നോക്കി പണം ഉണ്ടാക്കണം അതുണ്ടാക്കണം പോയി ഓടിയ ആളാണ്. എന്നെ ദൈവം മാറ്റി പടപ്പിച്ചു. പടച്ചെന്ന് പറയാം, വ്യത്യാസമാക്കി എന്നെ. ഇനി അത് മറ്റുള്ളവർക്ക് ഇനി എന്നെ മാറ്റാൻ കഴിയില്ല. മറ്റുള്ളവർക്ക് നന്മ എന്താ ചെയ്യുക? നന്മ എന്താ ഇപ്പോൾ നിങ്ങളിപ്പോ പള്ളിയിൽ കൊണ്ടേ കൊടുക്കണ്ട, അമ്പലത്തിൽ കൊണ്ടേ കൊടുക്കണ്ട, ചർച്ചിൽ കൊണ്ടേ കൊടുക്കണ്ട, എവിടെയും കൊണ്ടേ കൊടുക്കണ്ട. നിങ്ങൾ പിച്ചക്കാരന് ഒരു നേരം ആഹാരം ഇല്ലാണ്ടിരിക്കണം അവന് കൊടു. പിന്നെ ഭക്ഷണം ഇല്ലാണ്ടിരിക്കണം, തൊഴിലില്ലാണ്ടിരിക്കണം. ഇങ്ങനത്തെ ആൾക്കാരെ സ്നേഹിക്ക്. നിങ്ങൾ പാവങ്ങളെ മുന്നിൽ മുട്ടുകുത്ത്. പിച്ചക്കാരൻ്റെ മുന്നിൽ മുട്ടുകുത്താനാണ് ഞാൻ പറയുന്നത്. അവന് സ്വർഗമുണ്ട്.